6.5 വർഷം മുമ്പ് സർക്കാരിനും CPIM-നും കീറാമുട്ടിയായതാണ് ശബരിമല പ്രശ്നം. ഇത്തവണ ശബരിമലയെ ചൊല്ലി ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന UDF നേതൃത്വമാണ്. സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കാനോ തള്ളിപ്പറയാനോ കഴിയാത്ത അവസ്ഥയിലാണ് UDF. പരിപാടിയോട് സഹകരിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ അത് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറുമല്ല. കോൺഗ്രസിൻ്റെ ഈ ആശയക്കുഴപ്പത്തെ രാഷ്ട്രീയമായി തുറന്നു കാട്ടുന്നു CPIM. ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് സർക്കാരുമായി നേർക്കുനേർ പോരിനുള്ള ഒരുക്കത്തിലാണ് സംഘപരിവാർ സംഘടനകൾ. ആദ്യം RDX റാപ്പിലേക്ക്. സർക്കാരിനെ എതിർക്കാനും അനുകൂലിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന രാഷ്ട്രീയ നിലപാട് എടുത്തെങ്കിലും അത് പരസ്യമായി തുറന്നു പറയാൻ UDF-നാകുന്നില്ല. അയ്യപ്പ സംഗമവുമായി സഹകരിക്കുന്ന NSS, SNDP അടക്കം സാമുദായിക സംഘടനകളാണ് തടസ്സം. പരിപാടി പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നുവെന്ന നിലപാടെടുത്താൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് UDF വിലയിരുത്തൽ. സംഘപരിവാർ നിലപാടിനൊപ്പം നിന്നെന്ന ആരോപണത്തെയും പ്രതിരോധിക്കേണ്ടി വരും. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി കിട്ടിയാൽ തീരുമാനിക്കാം എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് UDF-നെത്തേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ അയ്യപ്പ സംഘവുമായി സർക്കാരും CPIM-ഉം രംഗത്തിറങ്ങിയതിനെ സംശയദൃഷ്ടിയോടെയാണ് UDF കാണുന്നത്. ആരൊക്കെ എതിർത്താലും അയ്യപ്പ സംഘവുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാടിലാണ് CPIM. അതേസമയം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ബദൽ അയ്യപ്പ സംഗമം ആസൂത്രണം ചെയ്യുകയാണ് സംഘപരിവാർ സംഘടനകൾ. അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സാമുദായിക സംഘടനകളെയും ഒപ്പം നിർത്താനാണ് സംഘപരിവാർ നീക്കം. RDX റാപ്പ് ന്യൂസ് മലയാളം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരിൻ്റേത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അയ്യപ്പ സംഗമത്തെ ബഹിഷ്കരിക്കുന്നില്ല എന്നും എന്നാൽ പിന്തുണക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. വിശ്വാസികളെ ചേർത്ത് നിർത്തി വർഗീയതയെ ചെറുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അവരുടേതായ നിലപാട് സ്വീകരിക്കാമെന്നാണ് പാർട്ടി നയമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ആ പരിപാടി നടക്കട്ടെ. വിശ്വാസികളുടെ പരിപാടിയാണ്, വർഗീയതക്കെതിരായിരിക്കും. അതിലാണ് ഞങ്ങളുടെ പിന്തുണ. അല്ലാതെ വിശ്വാസികൾ ഒരു പരിപാടി നടത്തുന്നതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ CPIM-ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായ പിന്തുണയുണ്ട്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. രണ്ടാണ്. അയ്യപ്പ സംഗമത്തെ തള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് UDF എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അതുകൊണ്ടാണ് വ്യക്തതയില്ലാത്ത മറുപടി. കാര്യം മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യമില്ലെന്നും വാസവൻ പറഞ്ഞു. ഈ ഉയർത്തിയ പ്രശ്നം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ല. അവരത് രാഷ്ട്രീയമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. പക്ഷേ ചില ആളുകൾ അയ്യപ്പ സംഘത്തോട് യോജിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർക്ക് കോൺക്രീറ്റ് ആയിട്ട് തീരുമാനം എടുത്ത് പറയാൻ കഴിയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് യോജിക്കുന്നവരോടും ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചവരും വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. ഇത് അയ്യപ്പ തീർത്ഥാടകരുടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുകയും തത്വമസി എന്ന സന്ദേശം ആഗോളതലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഇത് മാറ്റാൻ വേണ്ടി ഈ വിശ്വമാനവയുടെ സന്ദേശവും പ്രചരിപ്പിക്കുക എന്നത് തന്നെയാണ് ആ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാൻ സഹകരിക്കില്ല എന്ന് പറയില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉറച്ച നിലപാട് എടുക്കാനാകാത്ത നിൽക്കുന്ന കോൺഗ്രസിനാണ് നമ്മൾ കാണുന്നത്. തൽക്കാലം സഹകരിക്കില്ല എന്ന നിലപാട് തിരിച്ചടിയാകുമോ എന്ന് UDF-ന് ആശങ്കയുണ്ടെന്ന് നമ്മൾ കാണുന്നു. സംഘപരിവാറിന് അനുകൂല നിലപാടെടുത്തെന്ന ആരോപണം പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സ്വീകരിച്ചാൽ ശബരിമല വികസന സംഗമത്തിൽ പങ്കെടുത്തില്ല എന്ന ആരോപണവും പിന്നീട് നേരിടേണ്ടി വരുമെന്ന് അവർ കരുതുന്നു. വിശ്വാസികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചു. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും ചോദ്യം ഉണ്ടായി. അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നാണ് നമ്മൾ നേരത്തെ കണ്ടു ദേവസ്വം മന്ത്രി പറഞ്ഞത്. ചർച്ച ചെയ്യുക വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, മറ്റ് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. അയ്യപ്പ സംഗമത്തെ തള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് UDF എന്നും മന്ത്രി പറഞ്ഞത്. നമ്മളത് അതുകൊണ്ടാണ് സംഗമം സംബന്ധിച്ച വ്യക്തതയില്ലാത്ത നിലപാടെടുത്തത് എന്നും വാസവൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് സെപ്റ്റംബർ 22-ന് വിശ്വാസ സംഗമം നടത്തും. ആര്?
സംഘപരിവാര സംഘടനകൾ. പരിപാടിക്ക് പിന്നിൽ ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവുമാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ, യോഗി ആദിത്യനാഥ് എന്നിവരെ എത്തിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. NSS അടക്കമുള്ള സാമുദായിക സംഘടനകളെ ക്ഷണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരും സംഘപരിവാറും നേർക്കുനേർ പോരിൽ എന്ന് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. വിഴിഞ്ഞം സമരം, താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസുകൾ സർക്കാർ പിൻവലിച്ചു എന്ന് പറയുന്നു. ശബരിമലയിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീയെ കയറ്റുമോ എന്ന് MV ഗോവിന്ദൻ പറയട്ടെ എന്ന ചോദ്യം വരുന്നുണ്ട്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്ന് ഇന്ന് ഹൈക്കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഘവും തമ്മിൽ എന്ത് ബന്ധമെന്നും കോടതി ആരാഞ്ഞു. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടന്നത് ഞെട്ടിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞതായിട്ട് കാണുന്നു. അയ്യപ്പൻ്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം എന്ന് സർക്കാരിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പ്രതിപക്ഷം എന്തിനാണ്, ഇന്നലെ ഞാനത് പറഞ്ഞതാണ്, പ്രതിപക്ഷം എന്തിനാണ് ഇതിനോട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന്. അതിലിപ്പോൾ പ്രതിപക്ഷം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വേറൊന്നുമല്ല, ഇതിൽ തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഇടതുമുന്നണിക്ക് ഈ സർക്കാരിന് ഉണ്ടാകുമോ എന്ന് പ്രതിപക്ഷം എന്തായാലും സംശയിക്കുന്നുണ്ട്. അവർക്ക് ന്യായമായും അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യവുമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളൊക്കെ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ എതിർപ്പ് തന്നെയായിരുന്നു സർക്കാരിനോട്, ഇടതുമുന്നണിയോട്, പ്രത്യേകിച്ച് 2019 തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലല്ല. അതൊക്കെ തന്നെയാണോ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ പ്രതിഫലിച്ചത് എന്ന് ചോദിച്ചാൽ അതിൽ മറ്റു പല കാരണങ്ങളും കൂടിയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാരണമായി ഒരു കാരണവശാലും വിലയിരുത്താൻ പാടില്ല. പക്ഷേ അതൊരു വലിയ പ്രശ്നമായി ഇടതുമുന്നണി കരുതുന്നുണ്ട്. അതിനുശേഷം ഈ വീടുകളിൽ സന്ദർശിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ആളുകളെ എന്തുകൊണ്ട് ശബരിമലയിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ടി വന്നു എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ അവർ നടത്തുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയമുണ്ട്. ഈ പരിപാടിയിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ഹിന്ദുക്കളിൽ ഒരു വിഭാഗം, അതായത് ഹിന്ദു വോട്ടർമാർ, ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടർമാർ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഈ ഡെമോഗ്രഫിയൊക്കെ പഠിച്ചിട്ട് വിശദീകരിക്കുന്ന, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന സെഫോളജിസ്റ്റുകളൊക്കെ പല കാലങ്ങളിൽ വിലയിരുത്തി പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അങ്ങനെ ഒരു ഈ ചില മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച എന്നതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗമായി, ഇത് ശരിയായ മാർഗമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല, പക്ഷേ ഒരു മാർഗമായി സർക്കാർ ഇതിനെ കാണുന്നുണ്ടാവാം, ഇടതുമുന്നണി ഇതിനെ കാണുന്നുണ്ടാവാം. ആ രാഷ്ട്രീയ ബുദ്ധിയാണ് ഇവർക്ക് പ്രവർത്തിക്കുന്നത് എന്ന് VD സതീശനും കരുതുന്നുണ്ടാവാം. സത്യത്തിൽ ഇതെല്ലാം ഈ തെറ്റായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ പോലും ആയിരിക്കാം സംഭവിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 രാഹുൽ ഗാന്ധി ഇവിടേക്ക് വന്നത് തന്നെയാണ്. മറ്റൊന്ന്, മോദി ഭരണത്തിനെതിരെ ഉള്ള ന്യൂനപക്ഷങ്ങളുടെ ഐക്യമൊക്കെയാണ് വെളിപ്പെട്ടത്. അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. മാത്രമല്ല ആ കേന്ദ്ര സർക്കാരിനെതിരെ അവിടെ പോരാടാൻ ഇത് തന്നെയാണ് മാർഗം. കാരണം ഇടതുമുന്നണിയുടെ ഒരു ശേഷിയെക്കുറിച്ച് ഇവർ പരിശോധിക്കുമ്പോൾ എന്താണ്, സാധാരണക്കാരൻ നോക്കുമ്പോൾ എന്താണ്, പണ്ടുണ്ടായിരുന്ന ബംഗാളിലില്ല, ത്രിപുരയിലില്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ ഇവരിരിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് രണ്ടാമതും തിരഞ്ഞെടുത്തത്. അല്ലായിരുന്നെങ്കിൽ ഇവരെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചേനെ. കാരണം ഈ ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നെ തോൽപ്പിച്ചേനെ. അപ്പോൾ എന്തുമായിക്കോട്ടെ, ഇതൊക്കെയാണ് നമ്മൾ കരുതുന്ന കാരണങ്ങളെങ്കിലും ഈ സർക്കാരോ ഇടതുമുന്നണിയോ CPIM ഒക്കെ കരുതുന്ന കാരണങ്ങളിൽ എന്തുകൊണ്ടോ ശബരിമലയും പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ തിരുത്താനുള്ള ഒരു ശ്രമം ഈ മട്ടിൽ അവർ നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയം തിരിച്ചറിയുന്നത് കൊണ്ടാവാം VD സതീശൻ പറയുന്നത് ഇതിൽ സഹകരിക്കില്ലെന്നല്ല പറയുന്നത്, ആകെ എന്താണ് ഒരു പറയേണ്ടത് എന്ന് അറിയാൻ വയ്യാത്ത മറ്റിലുള്ള ഒരു അഴകുഴമ്പൻ മറുപടി ആ മട്ടിൽ കാര്യങ്ങൾ. കാരണം NSS ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, SNDP ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതിലാകെ KPMS മാത്രമാണ് ആ നവോത്ഥാന സമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തയാൾ എന്നുള്ള നിലയ്ക്ക് പുന്നല ശ്രീകുമാറിൻ്റെ ഇന്നത്തെ അഭിമുഖം വന്നിട്ടുണ്ട് ശക്തമായിട്ട് മാതൃഭൂമിയിൽ. അതായത് ഇത് ഈ രീതിയിലല്ല, ഇത് നവോത്ഥാന മൂല്യങ്ങളോടുള്ള തിരിച്ചടി, ആ മൂല്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്ന മട്ടിലാണ് അതിനെ പറയുന്നത്. പക്ഷേ അപ്പോഴും നമുക്കൊരു സംശയം, അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക എന്ന് നമുക്കിപ്പോഴും അറിയില്ലല്ലോ. എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങളെന്ന് അറിയില്ല. ഇപ്പോൾ ഭൗതിക വികസനത്തെക്കുറിച്ച് മാത്രമാണ് ഈ മന്ത്രിമാരൊക്കെ പറയുന്നത്, അല്ലാതെ ആത്മീയ തലത്തിലേക്കൊന്നും പോകുന്നേയില്ല ഈ വിഷയം. അതിൻ്റെ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് കൂടുതൽ ചർച്ച ഇപ്പം നടക്കുന്നത്. ഇനി എനിക്ക് അതിനകത്ത് കൗതുകകരമായി തോന്നിയത് കോടതിയുടെ ഒരു ഞെട്ടലാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഞെട്ടിയിരിക്കുന്നതാണ്. കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ശബരിമലയിൽ തനീഷ് പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഈ താഴെ തന്നെ വലിയ പ്ലേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്വർണം പൂശിയത് ആരാണെന്നുള്ളത്. ഈ അയ്യപ്പൻ്റെ മണ്ഡപത്തിന് മുകളിലും 18-ാം പടിയിലും ഒക്കെ സ്വർണം പൂശിയ കക്ഷി ഇന്ന് അയ്യപ്പനെ കാണാനാവാതെ
വിദേശത്ത് കഴിയുകയാണ്. വിജയ് മല്യയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഡോക്ടർ വിജയ് മല്യയുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ അത് മാത്രമല്ല, വിജയ് മല്യയുടെ പേരെഴുതിയ സ്വർണ്ണ പലകയിൽ ആളുകൾ പോയിട്ട് ഇങ്ങനെ കല്ലുകൊണ്ടും ഈ ആണി കൊണ്ടും ഒക്കെ അവരവരുടെ പേരൂടെ എഴുതി വെക്കും. അവരവരുടെ പേരൂടെ ഈ സ്വർണ്ണ പലകയിൽ കിടക്കട്ടെ. ഇങ്ങനെ കൗതുകരമായ ചില കാഴ്ചകൾ കൂടി അവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പം ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ എടുത്ത് പരിശോധിക്കുക. അപ്പോൾ ഈ കുംഭമേള അടക്കമുള്ള പരിപാടികൾ സ്വാഭാവികമായും സർക്കാരിൻ്റെയും അവിടുത്തെ ദേവസ്വം ബോർഡുകളുടെയൊക്കെ ഫണ്ട് അതിന് വിനിയോഗിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഫണ്ടുണ്ട് അതിന്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസർമാരായി വരുന്ന ആരൊക്കെയാണെന്നറിയോ? പേടിഎം, ബർജർ പെയിൻറ്റ്സ്, അമുൽ, ബജാജ്, പതഞ്ജലി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, വോഡാഫോൺ, ടാറ്റ ഗ്രൂപ്പ്. പൈസ ആൾക്കല്ലേ വരാൻ പറ്റൂ? പൈസ ഉള്ള ആൾക്കല്ലേ വരാൻ? അവരല്ലേ, അവർ ചെയ്യട്ടെ. അവർക്ക് അവരെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം. ഇത്രയും ആളുകൾ വരുന്നു, ആളുകളുടെ ശ്രദ്ധ വരുന്നു, അങ്ങനെയുള്ള ഒരു സ്പേസിൽ അത് ഹൈക്കോടതിയിൽ ഓണാഘോഷം നടത്തുമ്പോൾ അവർക്ക് സ്പോൺസർ ഉണ്ടാവും. ഉണ്ട്, സ്വാഭാവികം. അന്വേഷിച്ചാൽ അത് അറിയാൻ കാണാം. ചിലപ്പോൾ അതിന് കോടതിയൊക്കെ ഞെട്ടാണ് വല്ലാതെ. ഒരു ആവശ്യമില്ലാതെ ഒരു ഞെട്ടല്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ എനിക്ക്, പക്ഷേ കോടതിയുടെ മറ്റ് ഈ ചില ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ കൂടുതൽ വ്യക്തതയാവും. ഈ ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതിന് പകരം കോടതിയുടെ ഈ ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തിനാണ് നടത്തുന്നത്, ആരാണ് നടത്തുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട് വരുന്ന രീതി എന്നൊക്കെയുള്ള കാര്യത്തിലൊരു വ്യക്തത വരും. അത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് കോടതി ആ നിലക്ക് ചോദ്യങ്ങൾ വരികയും ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എനിക്ക് പുന്നല ശ്രീകുമാർ എനിക്ക് നല്ല ബഹുമാനമുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം ഈ സംശയം ഉന്നയിച്ചതിൽ എന്താ കാര്യം എന്ന് എനിക്ക് തോന്നി. കാരണം ഒന്ന്, ഇതൊരു വിശ്വാസത്തിനകത്തേക്ക് കയറിയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയാണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പ്രത്യേക സീസണിൽ, പ്രത്യേക കാലയളവിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വന്ന് വരുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ആ വരുന്ന മനുഷ്യരുടെ ഒരു കോൺക്ലേവ് വിളിച്ചു ചേർക്കുന്നതിൽ ഒരു അപാകതയുമില്ല. അങ്ങനെ ചെയ്യണം. ഒരു ജനാധിപത്യ സർക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഒരു ജനാധിപത്യ സർക്കാർ അങ്ങനെ ചെയ്യേണ്ടതാണത്. സത്യത്തിൽ എല്ലാ വർഷവും പറ്റുമെങ്കിൽ ഈ കോൺക്ലേവ് എല്ലാ വർഷവും വിളിച്ചു ചേർക്കുകയും മറ്റും ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ആഗോള അയ്യപ്പ സംഘം അങ്ങനെ വിളിച്ചു ചേർക്കുക എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇതൊരു വിശദമായിട്ടുള്ളൊരു കാര്യം വിളിച്ചു ചേർത്തിട്ട് എന്താണ് അവരുടെ കാര്യങ്ങളെന്ന് കേൾക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഇത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇടക്കിടക്ക് പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത് എന്നാണ് എനിക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയമായിട്ട് കാണണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവർ വേറെ നോക്കട്ടെ. പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ച് ആഗോള ലോകതലത്തിലുള്ള അയ്യപ്പന്മാരെ പ്രത്യേക സമയത്ത് വിളിച്ചിട്ട് നല്ല ബഹുമാന്യത്തോട് കൂടിയിട്ട്, അവരുടെ ബഹുമാനത്തോട് കൂടിയിട്ട് അവരുടെ ഒരു കോൺക്ലേവ് വിളിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ, ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനല്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അത് നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഇതിനെ വിശദീകരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇതിന് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കും തോന്നാനുള്ള കാരണം, ഇത് ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡിന് വേറെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ടല്ലോ, എന്തിനാണ് ഈ ശബരിമലയിൽ മാത്രം അയ്യപ്പ സംഘം എന്നുള്ളത്? അത് പക്ഷേ വേറൊരു കാര്യമാണ്. ഒരു പ്രത്യേക പരിപാടി, ഇപ്പോൾ നമ്മളിപ്പോൾ വാർഷികത്തോടനുബന്ധിച്ച് പലതരം പരിപാടികൾ സംഘടിപ്പിക്കാറില്ലേ, ആ നിലയ്ക്ക് കണക്കാക്കിയാൽ മതിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, അത് ഈ തത്വമസി എന്ന ഒരു സങ്കല്പത്തെ ലോകം മുഴുവൻ പരത്താൻ പോകുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ്. അതിനകത്ത് ഒരു കാര്യം, അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അത് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു വലിയ അയ്യപ്പന്മാർ, അതിപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ അയ്യപ്പന്മാർ എന്നതിനകത്തേക്ക് വനിതകളും കൂടെ വരും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ കോടതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്ന, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോൾ അയ്യപ്പന്മാർ എന്നൊരു വലിയൊരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് ഓഫ് മനുഷ്യരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കണം. അതൊരു നമ്മളെന്താ പറയുക, അത് അങ്ങനെ ഒരു ഗ്രൂപ്പ്, അത് ഈ കോടതി വിധിയിൽ തന്നെ അയ്യപ്പന്മാരെ പ്രത്യേകമായിട്ട് സെഗ്മെൻ്റായിട്ട് കാണണം എന്ന മറ്റുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു, നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ, അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് തടിച്ചു കൂടുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെ വിളിച്ചു വരുത്തിയിട്ട്, അവരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഒരു ജനാധിപത്യ സർക്കാർ മുൻകൈ എടുക്കണം. സനീഷ്, ഈ മാതൃഭൂമിയിലെ ഈ പുന്നല ശ്രീകുമാറിൻ്റെ അഭിമുഖം പറഞ്ഞല്ലോ, അത് ലീഡിങ്, അതായത് ആ ഉത്തരങ്ങളിലേക്കുള്ള ചോദ്യങ്ങളായിരുന്നു പലതും. ഈ പറഞ്ഞതുപോലെ അത് വായിച്ചതാണല്ലോ. പക്ഷേ അതിൽ പുന്നല ശ്രീകുമാർ പറയുന്നുണ്ട്, അങ്ങനെ ഞാനിപ്പോഴും കരുതുന്നില്ല ഈ നിലപാടുകളിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് കരുതുന്നില്ല. ഈ യുവതീ പ്രവേശം അടക്കമുള്ള വിഷയങ്ങളിൽ ഈ പാർട്ടിക്ക് CPIM-ന് പിന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നു. അവസാനിപ്പിക്കാം. യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പമായിരിക്കും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു സംശയമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപക്ഷെ MP ഗോവിന്ദൻ
കഴിഞ്ഞ അധ്യായം എന്നാണ് പറഞ്ഞത്, അടഞ്ഞ അധ്യായം എന്നല്ല എന്ന് വിശദീകരിച്ചത്. കഴിഞ്ഞ അധ്യായം ഇനി അടുത്ത അധ്യായം വരാം, അടഞ്ഞ അധ്യായം ക്ലോസ്ഡ് ആണല്ലോ, അതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാതിമത ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും പരമാവധി രമ്യതയിൽ പോവുക, അവരുടെ സ്വാധീനത്തിനും വാശികൾക്കും അത്യാവശ്യം വഴങ്ങി വിധേയമായി നിൽക്കുക. കേരള സംസ്ഥാന രൂപീകരണം മുതൽ കോൺഗ്രസും പിന്നീട് അവരുടെ മുന്നണി രൂപമായ UDF സ്വീകരിച്ചു വരുന്ന സമീപനം ഇതാണ്. ആർ ശങ്കറും പി ടി ചാക്കോയും തൊട്ട് VD സതീശൻ വരെയുള്ള നേതാക്കൾ ആ ശീലത്തിൽ നിന്ന് വല്ലാതെ വ്യതിചലിച്ചിട്ടില്ല എന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നോക്കുന്ന ഒരു വിഭാഗം പറയാറ്. ആഗോള അയ്യപ്പ സംഗമം സമീപകാലത്ത് കാണാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചോ എന്ന് സംശയിക്കുന്നവരുണ്ട്. NSSും SNDPയും പങ്കെടുക്കുന്ന ഒരു പരിപാടി ബഹിഷ്കരിക്കും എന്ന് പറയാനുമാകുന്നില്ല. എന്നാൽ സഹകരിക്കാൻ രാഷ്ട്രീയമായി നിവൃത്തിയുമില്ല എന്നൊരു നിലപാടാണോ ഇപ്പോൾ അവർക്കുള്ളത് എന്ന സംശയം വരും. UDF രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്നതാണോ അത് എന്ന് അവരാലോചിക്കട്ടെ എന്ന് RDXന് തോന്നുന്നു. വിഷയത്തിൽ സുവ്യക്തമായ നിലപാടെടുത്തില്ലെങ്കിൽ സംഘപരിവാർ കെണിയിൽ വീണു എന്ന രാഷ്ട്രീയ പേരുദോഷവും UDFന് കേൾക്കേണ്ടി വരുമെന്ന് അവരിൽ ചിലർ സംശയിക്കുന്നു. ഇടവേളയിലേക്ക്.